ഞാൻ പറഞ്ഞില്ലേ, അവൻ കൊല്ലും. എനിക്കറിയാം. പോയിറങ്ങി, എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ. ഞെക്കി കൊല്ലാൻ കഴിവില്ലാത്തോണ്ട് പറയാ, എവിടേക്കെങ്കിലും ഒന്ന് പോ. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. നമ്മളെല്ലാം ഇപ്പൊ അകത്താകാൻ പോവാ. ഞാനായിട്ട് നിന്നെ പിടിച്ചു കൊടുക്കത്തില്ല. ഒരു ദിവസം ഇവിടെ കൊണ്ടിട്ട് പോയതുകൊണ്ട്. പക്ഷെ അകത്തായാൽ ഞാൻ എല്ലാം പറയും. കുറെ പൂട്ടുന്നില്ല. നേരാണോ ഈ കേൾക്കുന്നത്? അങ്ങനെ കേട്ടു. കേട്ടേ ഉള്ളൂ, ഒന്നും അറിഞ്ഞൂടെ? അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. എനിക്കറിയാം, എന്റെ അണ്ണന്റെ ശവം നിങ്ങൾ അറിയാൻ നിങ്ങളുടെ കാറിനകത്ത് ഇരിക്കില്ല. എനിക്ക് ഉറപ്പാണ്. സത്യത്തിൽ എന്തിനെ നിങ്ങൾ സത്യം പറയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാശ് മതി. നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി എന്റെ അണ്ണനെ ചതി പറഞ്ഞയച്ച്. വേഗം തട്ടിയിട്ട് മാറിക്കോ, അവർ അങ്കിളിനെ തപ്പി വരുവാണ്. എന്നെ? ആ, ഒരു പടയുണ്ട്. ഒന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. ആ, കടയടച്ചോ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ. ഏയ്, 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 There's a lot of police there. I wonder what they're doing. Isn't he the man from the restaurant? ആ പെണ്ണിന്റെ മരണമാണ് എന്നെ 5 വർഷം ഇതിനുള്ളിലാക്കിയത്. മറ്റു 2 കൊലപാതകങ്ങളുമായി എന്നെ നേരിട്ട് ബന്ധിക്കാൻ അവർക്ക് തെളിവൊന്നുമില്ലായിരുന്നു. എന്നെ എന്നല്ല, ആരെയും അതുമായി ബന്ധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫാബിയൻ റമറസിനെ പറ്റി പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അതൊരു തമാശയായി മാറുന്നത് ഞാൻ കണ്ടു. അവർക്കതങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ഫാബിയൻ അവർക്ക് കൊത്താനുള്ള ഒരു ഇരയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഫാബിയൻ എൻ്റെ മുൻപിൽ വന്ന് പെട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു പോലീസിനെ വിളിച്ച് ഇതാണ് ഫാബിയൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിലും വിശേഷം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവനെതിരെ നിരത്താൻ എനിക്ക് തെളിവൊന്നുമില്ലായിരുന്നല്ലോ, ഒറ്റ ഒന്നുപോലും. ജയിലിനുള്ളിൽ ഫാബിയൻ രാജാവിനെ പോലെ സുരക്ഷിതനായിരുന്നു. അതിനുള്ളിൽ വെച്ച് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ പുറത്തു വരാൻ വേണ്ടി 14 കൊല്ലം കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിറക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ ആവശ്യമായി തീർന്നത്. പുറത്ത് കിട്ടിയ 8 മാസം കൊണ്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. തീയതിയും ആളും സമയവും എല്ലാം. You promised me that you will inform me the date today. My cash is ready. You wanted me to arrange the money before October. I have arranged.
വെൻ? Anytime. It is ready there. പുറത്തിറങ്ങിയാൽ അതെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടോ? ഉണ്ട്. ദെൻ ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യൂ. യു അറേഞ്ച് ഇറ്റ് ഓൺ October 2nd. October 2nd. ഇവിടെ നിന്ന് ഫെസ്റ്റിവൽ ദിവസമാണ്, ഗാന്ധി ജയന്തി. Gandhi Jayanti. ആ